സാബുദാന കിച്ചടി. കിച്ചടി എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവര് കിച്ചടി തന്നെ പറയാ? അതെ. ഇത് നിലക്കടല വറുത്തതാണ്. ഇതിനെ ഒന്ന് തരുവിരുന്ന് പറഞ്ഞ പൊടിച്ചിട്ട് വരണം. പൊടിക്കും. തരുവിരുന്ന് പറഞ്ഞിട്ട് പൊടിച്ചിട്ട് വരണം. 6 എടുത്തിട്ടുണ്ട്, യാതൊരു അകരൂല കേട്ടാ. പിന്നെ ഈ പച്ചമുളക്, നമുക്ക് ചോറ് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ മതി, അത്ര തന്നെ. അമൃത് തന്നാലും 2 ദിവസം കഴിയുമ്പോ ചോറ് അന്വേഷിച്ചു പോകും. ഇതിന്റെ മുകളിലൊക്കെ വെറുതെ ഇങ്ങനെ കൂടുതലില്ല, ഇങ്ങനെ 2 പോർഷനായിട്ടാണ് ഇതിൽ വിളമ്പി ഇറക്കണേ. ഇഷ്ടമായി നിനക്ക്? അവന് ഇഡ്ലിക്കാരനാണ്. ഇഡ്ലിക്കാരന് ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോഹ കഴിഞ്ഞു, ഇനി നമ്മൾ അടുത്തേക്ക് കിടക്കാണ്. സാബുദാന കിച്ചടി. കിച്ചടി എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവര് കിച്ചടി തന്നെ പറയാ? അതെ. മലയാളം വാക്കല്ല അല്ലേ കിച്ചടി? പച്ചടി കിച്ചടി എന്നൊക്കെ പറയണ മലയാളം വാക്ക്. സാബുദാന കിച്ചടി, അല്ലെങ്കിൽ വെറും ആജ് ക്യാ ബനായാന്ന് ചോദിക്കുമ്പോൾ സാബുദാന എന്ന് പറയും. അങ്ങനെ പറയും. ഇത് 100 ഗ്രാമിന്റെ ഈ ചൗവരി ഉണ്ടല്ലോ, 100 ഗ്രാമിന്റെ ചൗവരിയാണിത്. ഇങ്ങനത്തെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്, അതായത് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് ഇന്നലെ തലേദിവസം നമ്മൾ നന്നായിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇത് വെള്ളത്തിൽ ഇത് കുതിരാൻ വെക്കണം. വെക്കുമ്പോഴത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒപ്പത്തിനായിരിക്കണം കൃത്യം വെള്ളം. ഇതിൽ മെയിൻ വെള്ളമാണ്. വെള്ളം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം കംപ്ലീറ്റാണ്. നമ്മളിപ്പോൾ സാബുദാന ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ശരിക്ക് ഇതിനെ കവർ ചെയ്യുന്ന അത്ര മാത്രമേ വെള്ളം പാടുള്ളൂ. കുറച്ചുകൂടെ മുകളിലേക്ക് പാടില്ല. അപ്പം നമുക്ക് തോന്നും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ വെള്ളമൊന്നുമില്ല, ഇത്തിരി കൂടെ ഒഴിക്കണമെന്ന് ആവശ്യമില്ല. അത് തന്നെ അത് കുതിർന്നോളും. ഈ വെള്ളത്തിൻ്റെ അളവ് തെറ്റിക്കഴിഞ്ഞാൽ ഈ സംഭവം മുഴുവൻ കുഴയും, കംപ്ലീറ്റ് കുഴയും, ഒറ്റയായിട്ട് വരില്ല. അങ്ങനെ സാബുദാന ഞങ്ങൾ 2 പാക്കറ്റ് വെള്ളത്തിലിടുമ്പോൾ നമ്മൾ കൃത്യം വെള്ളം നിറച്ചൊഴിച്ചിടില്ലേ, പക്ഷെ അതുപോലെ ഇതിന് പാടില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളകാണ്, അത് കാരണം ഞങ്ങളൊരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ടേസ്റ്റിന് കുറച്ച് പഞ്ചസാര, ഉപ്പ്. ഇത് നിലക്കടല വറുത്തതാണ്, വറുത്ത് തൊലി കളഞ്ഞതാണ്. ഇതിനെ നമ്മൾ തരുവിരുന്ന് പറഞ്ഞ് പൊടിക്കണം. ഇതെങ്ങനെയും ഇപ്പം അത് ഞങ്ങൾ 200 ഗ്രാം എന്ന് പറയുമ്പോൾ 2 കപ്പിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയും ഒരു 1.5 കപ്പോളം വേണം. കപ്പലണ്ടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഇതും അതേമാതിരി തന്നെയാണ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഇത് ഉരുളക്കിഴങ്ങ് കഴിക്കാത്തവർക്ക് ഇടണമെന്നൊരു നിർബന്ധമില്ല. ഇട്ടിട്ടാണ് റിയലായിട്ട് ഇത് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ അങ്ങനെ ഉള്ളവർ, അസുഖങ്ങൾ അങ്ങനെ ഉള്ളവർക്ക് ഉരുളക്കിഴങ്ങ് ഇടേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് ഇടാണ്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് തൈരും പഞ്ചസാരയും കൂടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിക്കുക. പുളിയില്ലാത്ത തൈര്. നമുക്ക് തുടങ്ങാം. ഇത് ഫാസ്റ്റിങ്ങിനാണ് കൂടുതൽ കഴിക്കുന്നത് മഹാരാഷ്ട്രൻസ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തൈരും ഇതും ഉണ്ടാക്കുന്നത്. ഒരിക്കലെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ തീ കത്തിക്കാം. തീ കത്തിച്ചു. പാൻ ചൂടാവട്ടെ. ചീഞ്ചട്ടിയിലായാലും ചെയ്യാം, ഏതിലായാലും ചെയ്യാം. അതിനെ ആദ്യം ചെറുതാക്കി വെക്കുക. അത് ചൂടാവട്ടെ ആദ്യം, എന്നിട്ട് ചെറുതാക്കാം. ഇതിനെ ഒന്ന് തരുവിരുന്ന് പറഞ്ഞാൽ പൊടിച്ചിട്ട് വരണം. പൊടിക്കാം. തരുവിരുന്ന് കണ്ട് പൊടിച്ചിട്ട് വരണം. അതായത് ഭയങ്കരമായിട്ട് പൊടിയരുത്, ഇങ്ങനെ തന്നെ കെടുക്കാനും പാടില്ല. എന്നാൽ ചെറുതായിട്ട് കടിക്കാനായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഇത് പൊടിച്ചിട്ട് വരാം കേട്ടോ. ഒരു സെക്കൻഡിനും കൂടെ അത് ചെയ്തിട്ട് വന്നു. ഞാൻ ഒരു വട്ടം പൊടിച്ചു, പക്ഷെ അത് കണ്ട ഇങ്ങനെ കിടക്കണത്. ചിലത് നന്നായി പൊടിഞ്ഞു, ചിലത് അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഒരൊറ്റ വട്ടം കൂടി ഇതുമാതിരി പൊടിക്കണം കേട്ടോ. ഈ വിധത്തിൽ വേണം പൊടിക്കാനായിട്ട്, സ്മൂത്ത് ആവരുതെന്നർത്ഥം. ഇനി പച്ചമുളക് പൊടിയായിട്ട് അരിയണം. നമ്മൾ നടുവിൽ മുറിച്ചിട്ട് എന്നിട്ട് അരിയാൻ മതി. പച്ചമുളക് ശരിക്കും ചതച്ചെടുക്കാണ് വേണ്ടത്. നമ്മൾ പൊടിയായിട്ട് അരിയണു. ചതച്ചാലും നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞാലും മതി. 6 എടുത്തിട്ടുണ്ട്, യാതൊരു എരിവില്ല കേട്ടാ. എരിവിന് എത്ര വേണോ അതനുസരിച്ച് നേരെ കടിച്ച് നമുക്ക് സുഖമായിട്ട് തിന്നാം. ഒരു പച്ചമുളകിൻ്റെ ഒരു മണം ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് ഒരു എരിവില്ല. ഇതിലേക്ക് കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കണം. ഒരു 3 സ്പൂണിൻ്റെ അടുത്തെങ്കിലും എണ്ണ വേണം. അത് ചൂടായിക്കൊണ്ടിരിക്കുന്ന നേരം നമ്മൾ ഈ സാബുദാന
ഇതിലേക്ക് ഫുള്ളായിട്ട് ഇടുക. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവില്ല അല്ലേ? ഒട്ടും വെള്ളം ഉണ്ടാവില്ല. ഇപ്പം കണ്ടില്ലേ, എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളമില്ല. ഊറ്റിക്കളയാനൊന്നും വെള്ളമില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള കപ്പലണ്ടി എനിക്ക് നേരത്തെ ചേർത്തുക. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, മുഴുവനിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിലാന്ന് പറഞ്ഞു. ആവശ്യത്തിനുള്ള ഉപ്പ്, ടേസ്റ്റിന് കുറച്ച് പഞ്ചസാര, അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അര സ്പൂൺ പഞ്ചസാര, പിന്നെ ഈ പച്ചമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ആവശ്യമില്ല, ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓക്കെ, അല്ലാത്ത ഗ്ലൗസ് എടുത്ത് ചെയ്യേണ്ടവർക്ക്, ഹൈജീനിക്ക് നോക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുക, അല്ല നമ്മുടെ തവിയെ കൊണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ കുമാരേച്ചി ഉണ്ട്, കുമാരേച്ചി കൈ കൊണ്ട് തന്നെ ചെയ്യണം. ഉപ്പ് നോക്കാം എങ്ങനെയുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കാം. പാകമാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ടു. ഇനി ഇതെപ്പോഴാണ് ചേർക്കാം? ഇതിപ്പോൾ ചേർക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചൂടായിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ജീരകം നമുക്ക് ഒരു അര സ്പൂണ് ജീരകം ഇടാം. ചൂടാവണുള്ളൂ അല്ലേ? എണ്ണ ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോകും. കണ്ട സംഭവം കഴിഞ്ഞു. ഇത് തലേദിവസം ഇതിൽ മാത്രം തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം, നമ്മൾ ഓർത്താ മതി. ജീരകം മൂത്ത് കഴിഞ്ഞിട്ട് ഇതിടുക. ഇട്ടിട്ട് തിരി താത്തുക. തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കുക. നമ്മുടെ മലയാളികളെക്കാളും കൂടുതൽ തരം വിഭവങ്ങൾ മഹാരാഷ്ട്രൻസിനാണ്. നമുക്ക് ചോറ് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ മതി, അത്ര തന്നെ. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അത് നമുക്ക് കിട്ടും വേണം. വേറെ എന്ത് സാധനം അമൃത് തന്നാലും 2 ദിവസം കഴിയുമ്പോൾ ചോറ് അന്വേഷിച്ച് പോകും. ഇപ്പം എങ്ങനെയുണ്ട്, ഉപ്പ് എങ്ങനെയുണ്ട് നോക്ക്. ഉപ്പുണ്ടായിരുന്നു, എന്നാലും ഒരിക്കൽ കൂടെ നോക്ക്. ഇപ്പം എണ്ണയിൽ കൂടെ മിക്സ് ചെയ്തില്ലേ, അപ്പോൾ കൂടുതലാണോ കുറവാണോ? പാകമാണ്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും തിരി താത്തണം. തിരി താത്തിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ ഇങ്ങനെ, കൂടുതലില്ല, ബസ് ഇത്രയും മാത്രമേ വെള്ളം തെളിക്കുള്ളൂ. തെളിച്ചിട്ട് ഈ പ്ലേറ്റ് ഇതിലേക്ക് മൂടി വയ്ക്കും. മൂടി വെച്ചിട്ട് ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുക. കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെള്ളം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിനെ ഇളക്കുക. ആ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് തൊലി കളയുക. ഇതും നിർബന്ധമില്ല, വേണ്ടവർക്ക് മാത്രം ഇടുക, വേണ്ടാത്തവർക്ക് ഇതിനെ അങ്ങനെ തന്നെ കഴിക്കുക. എന്നിട്ട് ഇതിനെ നല്ല ചെറുതായിട്ട് നേരത്തെ മാതിരി തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ആവിയിൽ പുഴുങ്ങാനായിട്ട് മറക്കരുത്, പുഴുങ്ങി നേരത്തെ വെക്കണം. ഉരുളക്കിഴങ്ങ് ഇനി ഈ വെച്ച പ്ലേറ്റ് ഇതിൽ നിന്ന് പതുക്കെ നമ്മൾ പൊക്കുക. ഈ വെള്ളം അതിലേക്ക് വീഴരുത്. പൊക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിനെ ഇളക്കണം. നല്ല മണം. ഈ ആവിയിൽ കിടന്നിട്ട് വേണം ഇത് വേവാനായിട്ട്. പെട്ടെന്ന് വേവൂല്ലേ? അതെ. ഫുൾ ആ സൈഡിൽ നിന്ന് എഗെയിൻ ഇതേമാതിരി പരത്തിയിട്ട് തിരിച്ചും വെക്കണം. ആയിട്ടില്ല അത്. കാരണം ഈ വെള്ള കളർ കാണുന്നുണ്ടല്ലോ, ഈ വെള്ള ഇത് മാറിക്കിട്ടണം. അതിൻ്റെ അതാണ് വേവിൻ്റെ പരുവ. ചിലത് നല്ല തൂവെള്ളയായിട്ടുണ്ട്. ചിലതൊക്കെ മാറി ഗ്ലാസിൻ്റെ കളർ ആവുന്ന മാറിയിട്ട് സ്പടിക ഗ്ലാസിൻ്റെ മാറിയിട്ട് വരുമോ? ഇതിലിപ്പോൾ കണ്ട അടിയിലടിയിൽ സ്പടിക ഗ്ലാസിൻ്റെ മാതിരി വന്നിട്ടില്ല. അതുകൊണ്ട് അത് വെന്തിട്ടില്ല എന്നർത്ഥം. തിരിച്ചും ഇതേ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് തീ കുറവിൽ തന്നെ വെക്കുക. ഇത് 2 വിധത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വെള്ള കളറാണ്.
കാരണം പച്ചമുളക് ഇട്ടത് കൊണ്ട്. ചിലവർക്ക് പച്ചമുളക് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിൽ മുളക് പൊടി ചേർത്തുക. മുളക് പൊടി ചേർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് ആ മുളകിൻ്റെ ചുവന്ന കളറാവും. അപ്പോൾ മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇട്ടിട്ട് പച്ചമരി ഇതിന് പകരം സെയിം ആണ്, ബാക്കിയൊക്കെ സെയിം തന്നെ ഈ വിധത്തിൽ അങ്ങോട്ട് ചെയ്യുക. അല്ലാത്തവർക്ക് പച്ചമുളക് ഇട്ട് ചെയ്യുക. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ വെള്ള ഇഷ്ടപ്പെട്ടവർക്ക് വെളുത്ത കളറാവും, കളറ് വേണ്ടവർക്ക് ചുവന്ന പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ചുവന്ന കളറാവും. പിന്നെ മുളക് പൊടിയുടെ ഒരു ടേസ്റ്റും കൂടെ മാറും. അത് നമ്മുടെ അതനുസരിച്ച് ചെയ്യുക. അതാവുന്ന നേരം കൊണ്ട് നമുക്ക് തൈരെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇറുമ്പേ പുളിറുമ്പ് കയറി ശരിക്കും പുളിക്ക് കയറിയാ പോയി വീണതായിരിക്കും. മുളകിന് എരിവില്ലേ, പക്ഷെ കൈ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, കണ്ണ് തിരുമ്പതിന്ന് കയറുന്നു. ഇതിന് തൈരെടുക്കുക സൈഡ് ഡിഷായിട്ട്. അങ്ങനെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലാത്തവർക്ക് തൈരെടുക്കുക. ഈ തൈരെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. ഞങ്ങളന്ന് തൈരൊന്നും ചേർക്കാണ്ട് ഇത് മധുരക്കാർക്ക് ഇഷ്ടമുള്ളത്. അത് അജുവിന് പായസം കഴിക്കില്ലല്ലോ, മധുരം വേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ജഗ്ഗുവിനാണ് ഇഷ്ടമില്ലാത്ത. ജഗ്ഗുവിനാണ്, ജഗ്ഗുവിന് മധുരം ഇഷ്ടമില്ലല്ലോ. ശരി, ഞാൻ പായസം കഴിക്കാതിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു. ചേട്ടന് പായസം കഴിക്കില്ല, പാൽപ്പായസങ്ങളില്ലേ അതാ കഴിക്കാത്ത. ശരി, ഇതിനെ നല്ലപോലെ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ഇതും അതും കൂടെ കഴിക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം. ബസ്. ഞങ്ങൾക്കൊരു ദിവസം ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റിന് ഈ സാധനമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് പാലക്കാട്. എന്നിട്ട് അഗൈൻ ഒരിക്കൽ കൂടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി തീ കൂട്ടുക. വയ്ക്കുക. ഇനി തീ കൂട്ടി വെക്കുക. ഇനി തീ ഇതാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 200 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 200 ഗ്രാമിനാണ് 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഹോട്ടലുകളിലും കിട്ടും. കാരണം ഫാസ്റ്റിംഗ് ദിവസം അവർ ഹോട്ടലിലേക്ക് ആഹാരം കഴിക്കാൻ പോണവർ ഒന്നുമില്ല സാബുദാന വട അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് അവർ കഴിക്കുക. ഇതിനെ വേവിക്കുന്നതിന് പകരം ഉരുളക്കിഴങ്ങിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് വടയാക്കിയിട്ടും കഴിക്കുക. വേവിക്കുന്നതിന് മുമ്പായിരിക്കണം. പക്ഷേ കൈ കാണിക്കും, ചൂടുണ്ടാവും. ഇല്ല, ഓടി ഞാൻ വെള്ള കളർ പോയാ ചിലതിനുണ്ടല്ലോ എപ്പോഴും ഒരു വെള്ള. ഇല്ല, വെന്തു. ഉപ്പും എല്ലാം പാകമാണ്. രണ്ടാം പ്രാവശ്യം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി സെർവ് ചെയ്യാൻ റെഡി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങിടാണ്ട് 2 പോർഷനാക്കി വെക്കാം. ഉരുളക്കിഴങ്ങ് വേണ്ടവർക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പോർഷൻ കഴിക്കാനായിട്ട്. നമുക്ക് കുഴപ്പമില്ല അല്ലേ, എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് കഴിച്ചുകൂടെ? ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നവർക്ക് ഓക്കെ, കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. തീ ആൾറെഡി ഓഫ് ചെയ്ത് കഴിഞ്ഞു. കാരണം വെന്ത ഉരുളക്കിഴങ്ങല്ലേ, മിക്സ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് ഇതിന്ന് വാങ്ങിക്കണം, ഇല്ലെങ്കിൽ അടിഭാഗം മൊരിഞ്ഞ മാതിരിയാ. ഇമ്മീഡിയറ്റ് അടുപ്പിൽ നിന്ന് വാങ്ങണം. ഇത് ഉരുളക്കിഴങ്ങുള്ളതാണ് ഈ സെക്ഷൻ. അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഇടുകയാണ്. ഇത് ഉരുളക്കിഴങ്ങുള്ള സെക്ഷനാണ്, ഇത് ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത സെക്ഷനാണ്. ബാക്കി മൊത്തം വേണം ഇതിലേക്ക് മാറ്റിക്കോ. ബാക്കി മൊത്തം അതിൽ വെക്കണില്ല. ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത പോർഷനാണ്. ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്യാണ്ട് പ്ലെയിനായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക്. ഇത് ഉരുളക്കിഴങ്ങോട് കൂടിയിട്ടുള്ള പോർഷനാണ്. ഇങ്ങനെ 2 പോർഷനായിട്ടാണ് ഇതിൽ വിളമ്പിയിറങ്ങുന്നത്. ഇതിനുള്ള കഴിക്കാനായിട്ടുള്ള തൈര് പഞ്ചസാര ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിനെ സെർവ് ചെയ്യുക. ഇത് പ്ലെയിനായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ, ഉരുളക്കിഴങ്ങോട് കൂടെ വേണ്ടവർക്ക് ഇങ്ങനെ. മധുരം വേണ്ടവർ സൈഡിലേക്ക് ഒഴിച്ച് കഴിക്കാം, വേണ്ടവർക്ക് മേലെ ഒഴിച്ച് കഴിക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കി. ഇങ്ങനെ ചേർക്കാണ്ടും കഴിച്ചു നോക്ക്, ചേർത്തിട്ടും കഴിച്ചു നോക്ക്. പിടിക്കും. ചൂടുണ്ടാ ആൻറ്റി കഴിക്കുവാ? കഴിക്കാം ഞാൻ. നീ കുറച്ച് മതി, മറ്റേത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ശരിയാ, വയറ് നിറഞ്ഞു. മറ്റേ പോഹ
നല്ലോണം തട്ടി വീക്കി. പക്ഷെ അന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഈ തൈരിന്റെ സാധനം ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ചേർത്തിട്ട് എങ്ങനെയുണ്ട് നോട്ടെ. എന്തേ എരിവ് ചൂട് ചൂട് അതിന് ഊതി കഴിക്കത്തിരി പരത്തിയിട്. അപ്പം ചൂട് പോയി. ഒരു വട്ടം കഴിച്ചിട്ടുള്ളത് കൊണ്ടേ. അപ്പം ജഗ്ഗു ഒന്ന് കഴിച്ച് പറഞ്ഞത് ജെല്ലി പോലെയായിരുന്നു. ഈ സാബുദാന എന്താ പറയാ ചവ്വരി മധുരം പോരെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇടാം തൈരിന്. മധുരമുണ്ട്, ഒരു പ്രത്യേക രുചി. അല്ലേ അതിന് മധുരം മതിയോ തൈരിന്? നോക്കിയോ, മധുരത്തോടുകൂടെയാണ് അത് കഴിക്കേണ്ടത്. മധുരമുണ്ട്. ചവ്വരി എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, ഫാസ്റ്റിംഗ് ആയതുകൊണ്ട്. ചേട്ടൻ കഴിച്ചു നോക്കിയേ. തൈരും കൂട്ടി കഴിക്കുന്നു നമ്മൾ. ഞാൻ അത് കഴിച്ചിട്ടില്ല. ഇല്ല, മധുരം കഴിക്കാണ്ട് പ്ലെയിനായിട്ടും കഴിച്ചു നോക്കും, അങ്ങനെയും കഴിച്ചു നോക്കും. ഏതിനാ ടേസ്റ്റ് കൂടുതലാണ്, പ്ലെയിനോ തൈരോ? തൈര് കൂട്ടിയതാ ഇഷ്ടം. തൈര് കൂട്ടിയതാ. തൈര് ചേർത്തതാണോ അല്ലാത്തതാണോ? രണ്ടും ഇഷ്ടമായി നിനക്ക്? അവൻ ഇഡ്ലിക്കാരനാണ്. ഇഡ്ലിക്കാരന് ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ലിയും ദോശയും ആണ് അവന് ഇഷ്ടം. കലക്കൻ. കലക്കാൻ.